ചപ്പാത്തിക്ക് പറ്റിയ ഒരു പടുകൂട്ടാനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാനിവിടെ കൽച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് ഗ്രീൻ പീസ് കുതിർത്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം കോളിഫ്ലവറാണ്, ഇത് വലുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാൻ പോകുന്ന കഷ്ണങ്ങൾ ഒരു ചെറിയ ക്യാരറ്റ്, 2 ബീൻസ്, ഒരു തക്കാളി, ചേന നിർബന്ധമാണ്. ചേന കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം. പിന്നെ ക്യാബേജാണുള്ളത്, ഒരു പിടി. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്. ഇതൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പടുകൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാ കഷ്ണങ്ങളും കൽച്ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യമായ മുളക് പൊടി ഒരു 2 ടീസ്പൂണാണ് കൊടുത്തിട്ട് ഉള്ളത്. അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം മുങ്ങിയിട്ടുണ്ട്. ഇത്ര വെള്ളമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചിട്ട് ഈ കഷ്ണങ്ങളോടൊപ്പം വേവുന്നതിന് വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പടുകൂട്ടാനിൽ ചേർക്കുന്ന അരപ്പിന് വേണ്ട സാധനങ്ങൾ: 2 ടീസ്പൂൺ പച്ചമല്ലി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു പിടി കറിവേപ്പില, 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, ഒരു 2 മണി കുരുമുളക്, പട്ടഗ്രാമ്പൂവിൻ്റെ പാക്കറ്റിൽ നിന്നും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ തേങ്ങ ചിരവിയത്, അരമുറി തേങ്ങ ചിരവിയത്. ഇതെല്ലാം കൂടി ഒപ്പം കൊട്ടി നന്നായിട്ട് വറുത്തെടുത്ത് അരച്ചിട്ട് നമുക്ക് ഈ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ എപ്പോഴും ഇങ്ങനെ വലുതായിട്ട് ഇടണം, അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞു പോകും. അതുപോലെ ഗ്രീൻ പീസ് ഒപ്പം തന്നെ ഇടണം, എന്നങ്ങനെ പാകത്തിന് വെന്ത് കിട്ടും. ഉടയാതിരിക്കണം. ഇനി നമുക്ക് ഈ അരപ്പതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 4 മിനിറ്റ് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പടുകൂട്ടാൻ ഇങ്ങനെ തിളയ്ക്കുന്ന ശബ്ദമാണിത്. തുറന്ന് നോക്കാം. ആഹാ, നല്ല മണമാണ് വന്നിട്ടുള്ളത്. കോളിഫ്ലവറും ചേന കഷ്ണങ്ങളും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. ചപ്പാത്തിക്ക്, പത്തിരിക്കും നൂലുപുട്ടിനും ഒക്കെ ഉപയോഗിക്കാം. കഞ്ഞിക്കും ഇത് സൂപ്പറായിരിക്കും. എരിവൊക്കെ നിങ്ങൾ പാകത്തിനിടണം. എരിവ് കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തിടുന്നില്ല. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിയില മാത്രമാണ്. കൊത്തിയരിഞ്ഞ മല്ലിയില മാത്രം. കുറച്ച് കഴിയുമ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് ഇതൊന്ന് കുറുകിക്കോളും. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ.